ഈ 2024 നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് ജമ്പ് ചെയ്യണം. പക്ഷേ അത് ഏറ്റവും വില കൂടിയ ഒരു ഫോൺ എടുക്കാനും നിങ്ങൾക്ക് താല്പര്യമില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ഡിവൈസ്, അതേപോലെ ഒരു സെക്കൻഡറി ഡിവൈസ് നിങ്ങൾക്ക് എടുക്കണം. അതും ഇതേപോലെ ഹൈ എക്സ്പെൻസീവ് ആയ ഫോൺ എടുക്കണ്ട. ഒരു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഫോണാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ആ ഒരു ഡിവൈസാണ് ഐഫോൺ 11 എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രമല്ല, കുറേയധികം കാര്യങ്ങൾ ഈ ഒരു ഐഫോൺ 11 നമുക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആണ് കാണുക. നിങ്ങൾക്ക് എന്തായാലും പുതിയ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദിസ് ഈസ് ജേബിൻ സേവിയ ഫ്രം എവിക്ക. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഡിസൈൻ. ഈ ഒരു ഡിവൈസ് വന്നിരിക്കുന്നത് റൗണ്ട് എഡ്ജിലാണ് ഈ ഒരു ഡിവൈസ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഭയങ്കര ഫീലാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് തരുന്നത്. അതേപോലെ ബോക്സി കട്ടല്ലാത്ത കൊണ്ട് കൈ പിടിക്കുമ്പോൾ ഈ ഒരു സൈഡൊന്നും നമ്മുടെ കൈക്ക് വേദനയായിട്ട് ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെ ഡിവൈസ് നമ്മുടെ കയ്യിലൊതുങ്ങുന്നത് കണ്ടോ, കയ്യിലൊതുങ്ങുന്ന ഒരു സൈസിലാണ് ഈ ഒരു ഡിവൈസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സിംഗിൾ ഹാൻഡഡ് ആയിട്ട് പോലും ഈ ഒരു ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് IPX അല്ലെങ്കിൽ IP67 ആണ് ഇതിൽ വന്നിരുന്ന റേറ്റിംഗ്. നമുക്ക് ഒരു 30 മിനിറ്റ് വരെ 2 മീറ്ററിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഇങ്ങനെ മുക്കി പിടിച്ചൊക്കെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാം. ഫുൾ ടൈം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതെപ്പോഴും പോസിബിൾ അല്ല. അത് ഇപ്പോൾ ഇറങ്ങിയ 15 Pro Maxലാണെങ്കിൽ പോലും അത് പോസിബിൾ അല്ല. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെറിയതായിട്ട് മഴ പെയ്യാണ്, നമുക്കൊരു ചെറിയൊരു എന്താ പറയുക, ആ ഒരു മഴയുടെ ഷോട്ട് എടുക്കണം, നമ്മൾ വണ്ടി പോകുമ്പോൾ ഒരു ഷോട്ട് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഡിവൈസിൽ വന്നിരിക്കുന്ന ക്യാമറ. 2 ക്യാമറ ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുണ്ട്. ഒരെണ്ണം വൈഡും ഒരെണ്ണം അൾട്രാ വൈഡും. ആൻഡ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് 48 മെഗാ പിക്സലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ വീഡിയോ ഈ ഒരു ഡിവൈസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതത്ര മോശമൊന്നുമല്ല. കാരണം ഞാൻ ടിംകുക്കിനെ കണ്ട ആ ഒരു വീഡിയോ, അതായത് ആപ്പിൾ BKസിൽ ഞാൻ പോയ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഡിവൈസ് കൊണ്ട്. ഞാൻ ക്യാമറയോ ബാക്കി ഒരു കൊമ്പും കോലൊന്നും കൊണ്ടുപോയില്ല, ഈ ഒരു ഡിവൈസ് കൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഈ ഒരു ഫോണിൽ നിന്ന് അത്ര ക്വാളിറ്റി നമുക്ക് ലഭിക്കും. ആ ഒരു ക്വാളിറ്റി നമുക്ക് യൂട്യൂബിൽ ഇട്ടാൽ പോലും കുറയാതെ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഷുവറായിട്ട് മനസ്സിലാവും. ആൻഡ് ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ക്യാമറ വരുന്നുള്ളൂ, ഡ്യുവൽ ക്യാമറ ഒന്നുമില്ല, അത് ഇപ്പോഴും വന്നിട്ടില്ല. അതേപോലെ 12 മെഗാ പിക്സലാണ്. 15 Pro Maxൽ പോലും 12 മെഗാ പിക്സലാണ് ഇപ്പോഴും ഐഫോൺ കൊടുത്തിരിക്കുന്നത്. ഒബ്വിയസ്ലി നൈറ്റ് ഫോട്ടോഗ്രാഫി പറയണ്ടല്ലോ, ഐഫോൺ അത്ര വലിയ കമ്പനി ഒന്നുമല്ല. എന്നാലും നമുക്ക് ഡേ ടൈമിൽ ഈ പറയുന്ന ഫ്രണ്ട് ക്യാമറയും സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാക്ക് ക്യാമറ നല്ല കിട്ടിലുമായിട്ട് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം, ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഒരു LCD ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഐഫോൺ ലൈനപ്പിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന LCD ഡിസ്പ്ലേയും ഈ പറഞ്ഞ ഐഫോൺ 11ലാണ്. ആൻഡ് ഇതിന് 625 നിറ്റ്സ് ആണ് മാക്സിമം ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത്. നമുക്ക് 4000 2000 അത്രയൊന്നും കിട്ടില്ല. ഈ പറഞ്ഞ 625 നിറ്റ്സ് ബ്രൈറ്റ്നെസ്സിലാണെങ്കിലും അത്യാവശ്യം നമുക്ക് ഔട്ട്ഡോർ കാര്യങ്ങൾ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് വലിയ സ്ട്രെയിനോ ബാക്കി കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഔട്ട്ഡോറിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഐഫോൺ 15 Pro Max ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്, കാരണം അത് അത്രയും പുതിയ ജനറേഷനാണ്. ഈ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ ഫോണിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഔട്ട്ഡോറിൽ വെച്ച് ഷൂട്ട് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാനും പറ്റും. ആൻഡ് ഈ പറഞ്ഞ ഡിവൈസിൽ ഡിസ്പ്ലേ LCD ആയതുകൊണ്ട് തന്നെ വലിയ റിച്ചറായ ബ്ലാക്കോ ഡീപ്പ് കളേഴ്സോ നമുക്ക് വരില്ല. ഒരു ഗ്രേ ടച്ച് ആയിരിക്കും വരുന്നത്. ഈ പറഞ്ഞ ഡീപ്പ് ബ്ലാക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ പിക്സൽസ് ഓഫ് ആവില്ല. എപ്പോഴും ആ ഒരു സ്ക്രീനിലെ പിക്സൽ ഓൺ ആയിരിക്കും. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി ജ്യൂസ് നമുക്ക് ഈ പറയുന്ന ബാക്കി OLED അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർ XDR ഡിസ്പ്ലേ സംബന്ധിച്ച് കുറച്ചധികം ബാറ്ററി ജ്യൂസ് ഇത് കൺസ്യൂം ചെയ്യും. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ ഒരു 1 ഫുൾ ഡേ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററിയും ബാക്കി കാര്യങ്ങളും പറയാൻ പറ്റും. ആൻഡ് ബാറ്ററിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് വരുന്നത് 3210 mAh ബാറ്ററി, അതായത് 3110 mAh ബാറ്ററിയാണ് നമുക്ക് വരുന്നത്. ആൻഡ് ഈ ഒരു ഡിവൈസിൽ 4G സപ്പോർട്ട് മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി ജ്യൂസ് നന്നായിട്ട് കൺസ്യൂം ചെയ്യില്ല. 5G ആണെങ്കിൽ ഷടേന്നുകൊണ്ട് നമ്മുടെ ബാറ്ററി യൂസ് പോകും. പക്ഷേ 4G ആയതുകൊണ്ട് ഒരു നല്ല സ്പീഡ്
അത്ര സ്പീഡല്ല, പക്ഷെ നല്ല ഡീസൻറ്റ് സ്പീഡ് ഇൻ്റർനെറ്റിന് കിട്ടും. അതേപോലെ ബാറ്ററി അത്യാവശ്യം നന്നായിട്ട് സേവ് ചെയ്യും. കാരണം ഈ പറഞ്ഞ 4G 5G ഒന്നും ഇല്ലാത്തതുകൊണ്ട് 4Gയിൽ അത്യാവശ്യം എല്ലാ കാര്യം നടക്കുകയും ചെയ്യും. ബാറ്ററി അത്യാവശ്യം നന്നായിട്ട് തന്നെ സേവ് ചെയ്യും. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം. കണക്ടിവിറ്റി പറയുമ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ്നിങ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഈ പറഞ്ഞ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്ലോ ആയിരിക്കും. എന്നാലും അത്യാവശ്യം ഡീസൻ്റായ ചെറിയ അത്യാവശ്യം എന്താ പറയുക, ഒരു 10, 200 MB, 300 MB, 500, ഒരു GB വരെയൊക്കെ ഫയൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ കോപ്പി ആകും. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാസ്റ്റായ ഡ്രോപ്പിംഗ് ഈ പറഞ്ഞ M1 ചിപ്പും U1 ചിപ്പൊക്കെ ഉള്ളതുകൊണ്ട്, M1 അല്ല U1 ചിപ്പ് അൾട്രാ ബാൻഡ് എല്ലാം ഉണ്ട്. നമുക്ക് എയർടാഗ് അത്യാവശ്യം പ്രിസൈസായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഹോം പോഡായിട്ടുള്ള ആ ഒരു വയർലെസ് ട്രാൻസ്ഫറിങ് കറക്റ്റായിട്ട് നടക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു തലയുടെ പൊക്കത്ത് കൊണ്ട് തന്നെ നമ്മുടെ ഹോം പോഡിൻ്റെ തലയുടെ പൊക്കത്ത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഈ പറഞ്ഞ U1 ചിപ്പുകളുണ്ട്, ആ കാര്യങ്ങൾ നടക്കും. അതേപോലെ തന്നെ നമുക്ക് കണക്ടിവിറ്റിയിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതാണ് നമുക്ക് വയർലെസ് ചാർജിങ് എന്ന് പറയുന്നത്. അതൊരു കണക്ടിവിറ്റി ആണല്ലോ, പക്ഷേ നമുക്ക് ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, മാക്സീവ് സപ്പോർട്ടില്ല. അതായത് ഇങ്ങനെ ഒട്ടൂല, പക്ഷേ വയർലെസ്ലി ചാർജ് കയറിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ iPhone 8 തൊട്ട് ഈ പറഞ്ഞ വയർലെസ് ചാർജിങ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ബാക്കിലൊന്ന് പ്ലച്ചിൽ നിന്ന് ഒട്ടണ ആ സംഭവം iPhone 12 തൊട്ടാണുള്ളത്. ആ ഒരു പ്രശ്നം മാത്രമാണ് മാക്സേഫിൻ്റെ ചാർജിങ്ങിൽ നമുക്ക് പറയാനുള്ളൂ. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു ഡിവൈസിൽ കോൾ ഓഫ് ഡ്യൂട്ടി നല്ല രീതിക്ക് കളിക്കാറുണ്ട്. എനിക്ക് വലിയ ബഗ്ഗോ അതേപോലെ ക്ലട്ടറിങ്ങോ ആ ഒരു ഫ്രെയിം റേറ്റിൻ്റെ ഡ്രോപ്പോ എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഈ പറയുന്ന ഡിവൈസിൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചപ്പോൾ ആ ഒരു ബഗ് പോലും, അല്ലെങ്കിൽ ബഗ് അല്ല അത് ആക്ച്വലി, നമ്മൾ ആ കളിക്കുമ്പോൾ ആ സ്മൂത്ത്നെസ് ഇല്ലേ, അത് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ വരുന്നത് A13 ബയോണിക് ചിപ്പാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു ഡിവൈസ് നമുക്ക് തരുന്ന ആ ഒരു പെർഫോമൻസ് അല്ലേ, സൂപ്പറാണ്. ആൻഡ് നമുക്ക് Pro XDR ഡിസ്പ്ലേ ഇല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ റിഫ്രഷ് റേറ്റ് 60 Hz ആണ് വരുന്നത്. ആൻഡ് അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് വലിയ ആ ഒരു ഫ്രെയിം റേറ്റിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. സത്യമാണ്, നമുക്ക് ആ ഒരു ഫ്രെയിം റേറ്റ് ഫീൽ ചെയ്യില്ല. നമുക്ക് പ്രൊമോഷൻ എവിടെ ശരിക്കും ഫീൽ ചെയ്യണമെന്നറിയോ? നമ്മൾ സഫാരിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ നോക്കി അതിനുശേഷം നമ്മൾ ബുക്സ് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ പേജ് മറിച്ച്, പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ കുറേയധികം തോണ്ടുക, ചിക്കുക, മാന്തുക, അങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് ഫ്രെയിം റേറ്റ് കാണിക്കും. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഫ്രെയിം റേറ്റ് ഒബ്വിയസ്ലി വലിയ കാര്യമാണ്. പക്ഷേ 50 അല്ലെങ്കിൽ 60 Hz ആണെങ്കിലും ഒരു ലാഗും കൂടാതെ എനിക്ക് ഈ ഒരു ഡിവൈസിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. അതേപോലെ റിയൽ റേസ് ഞാൻ കളിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ റിയൽ റേസിങ് സ്മൂത്തായിട്ട് ഓടും. പിന്നെ ഹീറ്റിംഗ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാലും ഇത് ഈ ഒരു iPhone 11 മാത്രമല്ല, iPhone 15ലും 15 Proയിലും സാംസങ്ങിലും എല്ലാ ഫോണിലും ഈ പറഞ്ഞ ഡിവൈസ് ചൂടാവും. കാരണം പ്രൊസസ്സറിൻ്റെ ചൂട്, ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു ചിപ്പില്ലേ, ആ ഒരു ചിപ്പ് ചൂടാകുമ്പോൾ അത് പുറത്തേക്ക് കളയാൻ വേണ്ടി ബാക്ക് ചൂടാകുന്നത് ഇറ്റ്സ് എ ക്വൈറ്റ് നാച്ചുറൽ പ്രോസസ്സ്. അങ്ങനെ ചൂടായാലാണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് ചൂട് പോയി നമ്മുടെ ഡിവൈസ് ആ ഒരു പെർഫോമൻസ് തരുള്ളൂ. സോ ചൂടാകുന്ന കാര്യം പറഞ്ഞാൽ ആരും പേടിക്കേണ്ട, എല്ലാ ഡിവൈസും ചൂടാവും. ഇതും ചൂടാവും. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് ഈ ഫാൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾ കളിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ കളിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ പറഞ്ഞത്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ഒതൻറ്റിക്കേഷൻ എന്ന് പറയാം, നമുക്ക് ഫേസ് ഐ ഡി ആണ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ A13 ബയോണിക് ആയതുകൊണ്ട് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫേസ് ഐ ഡി അൺലോക്കിംഗ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ 15 Proയും 15 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു 5 മില്ലി സെക്കൻഡ്, ഒരു 6 മില്ലി സെക്കൻഡ് ഒക്കെയാണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് സെക്കൻഡ് ഒക്കെയാണ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുള്ളൂ. എന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഫേസ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട്. ആൻഡ് 13 അല്ലെങ്കിൽ 13 ഓർ ലേറ്റർ മാത്രമാണ് നമ്മൾ മാസ്ക് വെച്ചാലും, അതായത് ഇത്രയും ഭാഗം നമ്മുടെ കണ്ണിൻ്റെ അല്ലെങ്കിൽ മൂക്കിൻ്റെ ഒക്കെ ഇത്രയും ഭാഗം വെച്ചുകൊണ്ട് അൺലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ 13 ഓർ ലേറ്റർ തൊട്ടാണ്. പക്ഷേ നിങ്ങൾക്കൊരു ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ iPhone 11ലും വാച്ച് ഇട്ടുകൊണ്ട് ഒരു പ്രോക്സിമിറ്റിയിൽ ഈ ഒരു അളവ്, അല്ലെങ്കിൽ ഈ നമ്മുടെ കയ്യിൽ ഇങ്ങനെ റെസ്റ്റിംഗ് അളവൊക്കെ ആണെങ്കിൽ
മാസ്ക് ഇട്ടാലും ഓട്ടോമാറ്റിക്കലി നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പിൾ വാച്ച് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യവും iPhone 11 സീംലെസ് ആയിട്ട് നടക്കും. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ സ്പീക്കറിൻ്റെ ആ ഒരു കാര്യം പറയാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യം, ഈ ഒരു ഡിവൈസിൽ ഇനി എത്ര നാൾ iOSൻ്റെ സപ്പോർട്ട് കിട്ടും. അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന iPhone അല്ലെങ്കിൽ iOS 18 ഈ ഒരു iPhone 11 കിട്ടുമോ ഇല്ലയോ? യെസ്, കിട്ടും തന്നെയാണ് ആൻസർ. കാരണം iPhone 11 സീരീസ് മുതൽ നമുക്ക് iPhone അല്ലെങ്കിൽ iOS 18 സപ്പോർട്ട് ലഭിക്കുന്നതാണ് നമുക്ക് ഈ അടുത്തും കൂടെ കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ iOS 18 ഈ ഒരു ഡിവൈസ് സപ്പോർട്ടാവും. നിങ്ങൾക്ക് iOS 18 യൂസ് ചെയ്യാനും ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി iOS 18 നിർത്തിയാലും സെക്യൂരിറ്റി അപ്ഡേറ്റ് ഏകദേശം ഒരു 3-4 കൊല്ലത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് iPhone 11 സുഖമായിട്ട് കിട്ടും. സോ OSൻ്റെ കാര്യം ഓർത്തും നിങ്ങൾക്കിനി ടെൻഷൻ വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ iPhone എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജോയിൻ ചെയ്തെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ഇതേപോലെ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Evin Xavier signing from Evika.